മഹാബലിപുരത്തെ ലൈറ്റ് ഹൗസ്. നമ്മൾ അതിൻ്റെ മുകളിൽ കയറാനുള്ളൊരു വഴിയൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് പെർമിഷൻ ഉണ്ടോയെന്ന് അറിയത്തില്ല, അവിടെ പോകുമ്പോഴേ അറിയത്തുള്ളൂ. ആളുകളൊക്കെ പോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഹൗസിലേക്ക് പോവാം. ₹40 ടിക്കറ്റിൽ മഹാബലിപുരത്തെ എല്ലാ സ്ഥലങ്ങളും കാണാൻ സാധിക്കുമെങ്കിലും ഈ ലൈറ്റ് ഹൗസിൽ കയറുന്നതിന് നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പാറകൾക്കിടയിലൂടെയുള്ള മനോഹരമായ ഈ വഴിയിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് മറ്റൊരു മണ്ഡപത്തിലേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട മഹിഷിമർദിനി കേവ് പോലെ തന്നെ പാറ തുരന്നാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അവിടെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ പുറത്തേക്ക് കുറച്ച് തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മേൽക്കൂര ഉൾപ്പെടെയുള്ള ഒരു ക്ഷേത്രഭാഗമായിരിക്കാം ഇവിടെ നിർമ്മിക്കാൻ അന്നുള്ളവർ ഉദ്ദേശിച്ചിരുന്നത്. പാറയുടെ മുകളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും നമുക്ക് കയറി വരാം. കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പിന്നെ മുകളിൽ എന്തോ ഒരു നിർമ്മിതിയുണ്ട്, കുറച്ച് കല്ലൊക്കെ അടുക്കി വെച്ച് എന്തോ ഒരു മണ്ഡപം പോലെ, പഴയ കാലത്തെ മണ്ഡപം എന്തോ ആണ്. അപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാ ഇതുവഴി ഒന്ന് പഴയകാലത്തെ ഒരു മണ്ഡപമാണ്. അത് ഒരുപാട് ഭാഗങ്ങളൊക്കെ തകർന്നു പോയി. ഇപ്പോൾ 1-2 കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയൊരു മണ്ഡപം, അത്രയേ ഉള്ളൂ. ഇത് കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതാ നേരെ കാണുന്ന ഒരു മണ്ഡപമൊക്കെ ഉണ്ട്, അങ്ങോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴി ഇതാണ്. വളരെ അപകടം പിടിച്ചൊരു വഴിയാണ്. കാരണം ഉയരം പേടിയുള്ളവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാണ്. ഇതിലേയും ഒരു വഴി ഇങ്ങനെ കാണുന്നുണ്ട്. അതിലേ ഇറങ്ങാൻ പറ്റാത്തവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുവഴി ഇറങ്ങാം. റോയ ഗോപുരം, അങ്ങനെയാണ് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഗോപുരത്തിൻ്റെ ഒരു അവസാന ഭാഗം, അതായത് അസ്ഥിവാരത്തിൻ്റെ പണി മാത്രമേ തീർന്നിട്ടുള്ളൂ. ബാക്കി ഇനി മുകളിലേക്ക് നിർമ്മിക്കാനുണ്ട്. അതിൻ്റെ പണിയൊന്നും ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നില്ല, ഇപ്പോൾ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതാണ്. പക്ഷെ ഒരു കാര്യം പറയണം, ഈ ഒരു ഗോപുരത്തിൻ്റെ പണി തീർന്നിരുന്നെങ്കിൽ മഹാബലിപുരത്ത് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗോപുരമായിട്ട് ഇത് മാറിയാണ്. കാരണം ഇപ്പം തന്നെ ഇതിൻ്റെ പണികൾ കണ്ടില്ലേ, എത്രത്തോളം മനോഹരമായിട്ടാണ് ഇതിൻ്റെ കൊത്തുപണികളൊക്കെ ചെയ്തേക്കുന്നത്. ഇത്തരത്തിലൊരു ഗോപുരം ഇത്രയും ഹൈറ്റിൽ വന്നിരുന്നെങ്കിൽ ഈ മഹാബലിപുരത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും
നമുക്ക് മധുരമീനാക്ഷി അല്ലെ തെങ്കാശി അമ്പലത്തിലേക്ക് ഗോപുരം കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഗോപുരം കാണാമായിരുന്നു. പക്ഷെ അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. ആ ഒരു അസ്ഥിവാരം മാത്രം നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അത് കണ്ടോ ഹിന്ദു രാജാക്കന്മാർ അതൊക്കെ മുസ്ലിം രാജാക്കന്മാര് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി, പക്ഷെ അത് അമ്പലങ്ങളും ഇതുപോലുള്ള സംഭവങ്ങളും അല്ല. കുറെ കുട്ടികൾ അതല്ല ഉദ്ദേശിക്കണേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം. എടാ മുസ്ലിം രാജാക്കന്മാരുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളുണ്ട്. ഉണ്ട്, എത്ര ഉണ്ട് ചരിത്രത്തിൽ. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. താജ്മഹൽ, ചാർമിനാർ, കുത്തബ് മിനാർ, ഇതെല്ലാം ശവകുടീരങ്ങളല്ലേ? എങ്ങനെ ശവകുടീരങ്ങളല്ലേ? ശവകുടീരങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇതങ്ങനല്ല. പക്ഷെ എങ്ങനെയല്ല അത്, ഇതങ്ങനല്ല. അതിപ്പോ റിയാലിറ്റി ഞാൻ ചോദിച്ചോട്ടെ, ഇത് സത്യം പറഞ്ഞ എന്തിനു വേണ്ടി ഉണ്ടാക്കി? ഇത് അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങളായിരുന്നു. ക്ഷേത്രങ്ങൾ അതാണ് മുസ്ലിങ്ങൾ ഉണ്ടാക്കാത്തത്. കാരണം മുസ്ലിങ്ങൾക്ക് ക്ഷേത്രം ഇല്ലല്ലോ, അതുകൊണ്ട് ചാക്കോട്ട പണിത്. കൊള്ളാം, നല്ലതാ. അതെ, ഇതെല്ലാം ആക്രമിച്ച് ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റിയത് മുസ്ലിംസ്. അതും എടുത്ത് പറയണം. അങ്ങനെ തന്നെ. അങ്ങോട്ടും ഒരു വഴി കാണുന്നുണ്ട്, ഇതാ ഇതിലേ ഒരു വഴി കാണുന്നുണ്ട്. കുറച്ച് തണലുള്ളത് കൊണ്ട് നമ്മൾ ഈ ഭാഗത്തൂടെ പോകുന്നത്. ആ, ഇവിടെ തന്നെയാണല്ലേ വരാഹ കട്ട് ടെമ്പിൾ. താഴെ കണ്ട പോലെ തന്നെ. നമ്മളപ്പോ ഇനി ദ്രൗപതിയുടെ അതങ്ങോട്ട്. ആ, ദ്രൗപതി കുളിസീൻ കാണാനല്ലേ? കുളിസീനൊന്നുമില്ല, കുളിയാ. കുളി. ആഹാ, ഇത് അടിപൊളിയായിട്ട്. ഇത് പക്ഷേ കാറ്റ് വല്ലാതെ അടിച്ചിട്ടില്ല അങ്ങോട്ട്. അതുകൊണ്ടല്ല, ഈ അടുത്ത സമയത്ത് ഇത് ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആണോ? അതായിരിക്കാം. ഇവിടെ ഒരു ബോർഡെങ്കിലും അവർ വെക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞത് എന്താണ് സംഭവം എന്നറിയിക്കുന്ന രീതിയിൽ ഒരു ബോർഡ് വെക്കാൻ അവർക്ക് ഇല്ലാഞ്ഞിട്ടല്ല അതിന് അതല്ല അത് ഇത് എന്തായാലും നല്ല ഫിനിഷിങ്ങോടെ തന്നെയാണ് ഈ ഒരു മണ്ഡപം നിർമ്മിച്ചേക്കുന്നത്. ഇതുവരെ കണ്ടതിൽ കുറച്ചുകൂടെ ഫിനിഷിങ് തോന്നിയത് ഇവിടുത്തെ ഒരു നിർമ്മിതിക്കാണ്.